ആൾബലവും അധികാരവുമുള്ള പ്രബല സംഘടനയാണ് കേരളത്തിലെ CPM. എന്നാൽ ജനസ്വാധീനമുള്ള മുസ്ലിം സംഘടനകളെ ഒഴിവാക്കി കുറഞ്ഞ അംഗബലമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ CPM നിരന്തരം വിമർശിക്കുന്നു. പലതവണ CPMന് പിന്തുണ നൽകിയ സംഘടനയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. CPMന്റെ ഈ നിലപാടിനെതിരെ ജമാഅത്തിന്റെ നയസമീപനം എന്താണ്? ഇപ്പോൾ CPM ഇപ്പോൾ കേരളത്തിൽ നടത്തിയ CPM മൊത്തം പ്രതിസന്ധിയിലാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആഗോളതലത്തിൽ കമ്മ്യൂണിസം അല്ല, അങ്ങനെ സാധനമില്ല. ക്യാപിറ്റലിസത്തിന് ബദലായിട്ടുള്ളൊരു കമ്മ്യൂണിസം അല്ല ഇപ്പോൾ. എന്ന് മാത്രമല്ല, കമ്മ്യൂണിസം പോലും ക്യാപിറ്റലിസത്തിന്റെ ഒരു മറുപുറമായിട്ടാണ് ഉള്ളത്. വല്ലതുണ്ടെങ്കിൽ ചൈനയിലുണ്ടെങ്കിൽ അതങ്ങനെ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ അത് ഒന്നും അല്ലാതെയും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ CPM അനുഭവിച്ച പ്രതിസന്ധി എന്ന് പറയുന്നത്, കേരളത്തിൽ കൂടി ഇപ്രാവശ്യം അധികാരം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഇന്ത്യയിൽ CPM ഉണ്ടാവില്ല. അതുകൊണ്ട് കേരളത്തിലെ CPM കുറേ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, അധികാരം തിരിച്ചു പിടിക്കാനുള്ള വഴി എന്താണ്. നിലനിർത്താൻ അധികാരം ഇല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല, പൈസ ഇല്ലെങ്കിൽ അണികൾ ഉണ്ടാവില്ല. അധികാരം പൈസ ഇല്ലെങ്കിൽ അണികൾ, ആദർശമൊന്നുമല്ല ആളുകളെ പിന്നിലിരുത്തുന്നത്. പോലീസ് സ്റ്റേഷൻ മുതൽ എല്ലാ നടപടിക്രമങ്ങളും അധികാരവും പണവും ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. അപ്പോൾ അധികാരം ഇല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അധികാരം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷൻ മുതൽ ഒരു ഓഫീസിൽ ഒരു കാര്യം നടത്താൻ കഴിയില്ല. അതോടുകൂടി CPM, കോൺഗ്രസിന് ഇപ്പൊ സംഭവിച്ച അതാണ്. അഖിലേന്ത്യാ തലത്തിൽ ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അധികാരമില്ല, പൈസ ഇല്ല എന്നതുപോലെ CPM ദുർബലപ്പെടും. അതുകൊണ്ട് കേരളത്തിലെ CPM എന്താ ആലോചിച്ചു, ഇപ്രാവശ്യം കൂടി അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലും കേരളത്തിലും CPM ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യിക്കുന്നത്? സ്വാഭാവികമായിട്ട് CPM ചെയ്യാറുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സാമ്രാജ്യത്വ വിരുദ്ധം, മുതലാളിത്ത വിരുദ്ധം, ഫാസിസ്റ്റ് വിരുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറഞ്ഞ് തൊഴിലാളികൾക്ക് അനുകൂലമായ വീക്ഷണം, ഇതൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവർ പയറ്റിയ സൂത്രം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ അമിത് ഷാ പയറ്റുന്ന തന്ത്രമാണ്. അമിത് ഷാ പയറ്റുന്ന സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക, ജാതികളെ തമ്മിലടിപ്പിക്കുക, എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറിയിട്ട് സ്വന്തം അസ്തിത്വത്തെ ഭദ്രമാക്കുക. കേരളത്തിൽ വളരെ വിലകെട്ട ഈ സൂത്രം ഈ തെരഞ്ഞെടുപ്പിൽ CPM പ്രയോഗിച്ചു. അതുകൊണ്ട് ജോസ് കെ മാണി മുതൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന പല സംവിധാനങ്ങളെയും ക്രൈസ്തവ സമുദായത്തെ കൂടെ കൂട്ടാൻ, ഈഴവ സമുദായത്തെ കൂടെ നിർത്താൻ ഒക്കെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ മുസ്ലിം സംഘടന, കുഞ്ഞാലിക്കുട്ടി, ഹസൻ, അമീർ, എന്താണ് CPM ഈ പറയുന്നതിന്റെ അർത്ഥം? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദ പ്രസ്ഥാനമാണ്, മുസ്ലിം ലീഗ് വർഗീയവാദ പ്രസ്ഥാനമാണോ? അതേപോലെ ഹസൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ KPCC വൈസ് പ്രസിഡന്റ്, അദ്ദേഹം വർഗീയവാദിയാണോ? പക്ഷെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിച്ചുവിട്ട പ്രചരണങ്ങളിലൊന്നായിരുന്നു ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയുമാണ്. ആയിക്കോട്ടെ, ഇവര് മൂന്നാളും എന്താ ചെയ്യുക? കേരളത്തെ വർഗീയവൽക്കരിക്കോ, സാമുദായികവൽക്കരിക്കോ, ജാതിവൽക്കരിക്കോ? പക്ഷേ കാരണം ആ ഒരു വർത്തമാനത്തിൽ കേരളത്തിലെ ഹിന്ദു വോട്ടിന്റെയും ക്രൈസ്തവ വോട്ടിന്റെയും സ്വാംശീകരണമാണ് CPM ഉദ്ദേശിച്ചത്. അങ്ങനെ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള, തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ വഖഫ് മുതൽ 80-20 സച്ചാർ കമ്മിറ്റി, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് മുതൽ ഏത് വിഷയത്തെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ, കോൺഗ്രസ് കളിച്ച് തോറ്റുപോയ അതേ കളി. പിന്നെന്താന്ന് വെച്ചാൽ, തോൽക്കുന്ന കണ്ടാ പിന്നെ ഈ കടം വാങ്ങി മുടിഞ്ഞവനുണ്ടല്ലോ, നിങ്ങൾ നോക്കണ്ടോ, ധാരാളമായിട്ട് കടം വാങ്ങി മുടിയാൻ പോയാൽ പിന്നെയും കടം വാങ്ങാണ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ നോക്കണ്ടോ, എത്ര പൈസ കടം വാങ്ങിയവന് വീണ്ടും കടം വാങ്ങിയിട്ട് തന്നെയാണ്, ഒരിക്കലും രക്ഷപ്പെടില്ല. എന്നതുപോലെ CPM പരാജയപ്പെടും എന്ന് തോന്നുമ്പോൾ വളരെ കൂടുതൽ വീണ്ടും പരാജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അതിലെന്നിട്ട് മുഖ്യ പ്രതിസ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമി CPMനും വോട്ട് കൊടുത്തിട്ടുണ്ട്, CPMന്റെ കൂടെ നിന്നിട്ടുണ്ട്. പിണറായിയും കോടിയേരിയും പാലോളിയും ഒക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. CPMന്റെ നല്ല കാലഘട്ടത്തിൽ തന്നെ CPMന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. വളരെ അപ്രമാദിത്വമുള്ള വചനങ്ങളിലെന്നാണ് സയ്യിദ് മൗദൂദി റഹ്മഹുല്ല അതിന്റെ നല്ല കാലത്ത് എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസം പൂത്തുലഞ്ഞ് വസന്തം വിരിഞ്ഞ, അതൊരിക്കലും പോവില്ല എന്ന് നമ്മൾ വിചാരിച്ച കാലഘട്ടത്തിലാണ് സയ്യിദ് മൗദൂദി റഹ്മഹുല്ല പറഞ്ഞത്, കമ്മ്യൂണിസത്തിന് ഒരു കാലം വരും, മോസ്കോവിൽ പോലും അതിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരാനിരിക്കും. അത് അതിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞൊന്നുമല്ല. മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾക്കൊന്നും ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയില്ല, അത് ചരിത്രപരമായിട്ട് അവസാനിക്കും. അങ്ങനെ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് മുതൽ ആ ആശയപരമായും ദർശനപരമായും പ്രയോഗപരമായിട്ടും ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിട്ട് നന്നായിട്ട് സംവാദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ജമാഅത്ത് നടത്തിയിട്ടുണ്ട്, അവരെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോഴും ആശയപരമായ കൈകാര്യങ്ങളിൽ അത്തരം സംഗതികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിയിട്ട് ആഗോളതലത്തിൽ ഇസ്ലാമിനെ പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും സംഘപരിവാറും ഒക്കെ സ്വീകരിച്ച രീതിയാണ്. ആ രീതി കേരളത്തിൽ പ്രയോഗിക്കാൻ CPM തീരുമാനിച്ചു. അപ്പോ ഒരു വിപ്പിംഗ് ബോയ് വേണമല്ലോ, എറിയാൻ പറ്റിയ ഒരു സാധനം, ഒരു കൃത്രിമ ബോഡി വേണം. അപ്പൊ അതിനേതാ നല്ലത്? ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞെടുത്തു. ഞങ്ങൾ വിശ്വസിക്കുന്നു അതൊക്കെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു അഴകൊടമ്പൻ ഇസ്ലാമല്ല
ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അലിഫ് മുതൽ യാ വരെ, എ മുതൽ സെഡ് വരെ, ജനനം മരണം മുതൽ മരണം വരെ ഒരു മുസ്ലിം അള്ളാഹുവിനെയും റസൂലിനെയുമേ അനുസരിക്കാൻ പാടുള്ളൂ. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഈ വാദത്തിന്റെ മർമ്മം CPM-ന് നന്നായിട്ട് അറിയാം. ഒരു CPM-ലേക്ക് പോകാനോ മറ്റൊരു സംഘടനയിലേക്ക് പോകാനോ ഒരു മുസ്ലിമിനെ ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രശ്നമായിട്ടല്ല, ഖുർആൻ അത് സമ്മതിക്കണില്ല. ഇങ്ങനെ ഒരു വാദമുയർത്തി ഇസ്ലാമിനെ ഒരു പ്രത്യയശാസ്ത്രമായി കേവലം പള്ളിയിലുള്ള ഒരു മതോ ആചാരോ ആരാധനയുമായിട്ട് കാണുന്നതിന് പകരം CPM ഇപ്പൊ മനുഷ്യരോട് എന്താ പറയാ, എല്ലാ പ്രശ്നങ്ങൾക്കും CPM എന്നാ. അതിനേക്കാൾ നന്നായിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയും, ഇസ്ലാം മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ഇങ്ങനെ ഇസ്ലാമിനെ ഒരു വിമോചന വിപ്ലവ പ്രത്യയശാസ്ത്രമായി അവതരിപ്പിക്കുന്ന, കേവല ആരാധന മതമായിട്ട് കാണുന്നതിന് പകരം പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അപകടകരമാണ് എന്ന് ക്യാപിറ്റലിസവും സിയോണിസവും ഫാസിസവും ഒക്കെ പറയുന്നത് കേരളത്തിലെ CPM-ഉം നടത്തിക്കൊണ്ടിരിക്കുക. ആ കളി വല്ലാതെ ഒന്നും CPM-ന് ഗുണം ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി വേറെന്തോ ഭയങ്കരമായ അക്രമങ്ങളോ കലാപങ്ങളോ നടത്തിയ, ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം CPM-നോടും CPM നശിക്കണം എന്നൊന്നും ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കണില്ല. ജമാഅത്തെ ഇസ്ലാമി എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന്, കാരണം സംഘപരിവാർ അതിനേക്കാൾ ഭീകരമായി, ക്യാപിറ്റലിസവും സംഘപരിവാറും ഇന്ത്യയെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തടയേണ്ടതാണ് ക്യാപിറ്റലിസവും ഫാസിസവും. അതിൽ CPM-ന്റെ ദൗത്യം നിർവഹിക്കണം. പക്ഷെ അത് സത്യസന്ധമായിരിക്കണം, ശരിയായ രീതിയിലായിരിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക സംഘടനയോട് എന്തെങ്കിലും വെറുപ്പോ ഇഷ്ടോ വിരോധമോ ഒന്നും ജമാഅത്തെ ഇസ്ലാമി വെച്ച് പുലർത്തുന്നില്ല.